നിന്ന് ധനസഹായം ലഭിക്കുന്ന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ സാമ്പത്തിക ഞെരുക്കമെന്നും മന്ത്രി. ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ ചൊല്ലി ബഹളം. പദ്ധതി വിഹിതം പങ്കിടുന്നതിൽ ഭരണപക്ഷം ഇരട്ടത്താപ്പ് കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദം. കണ്ണാറ വെറ്റിലപ്പാറയിൽ പെട്ടിക്കട കത്തിനശിച്ചു. വെറ്റിലപ്പാറ സ്വദേശി സ്വാമിനാഥന്റെ കടയാണ് കത്തിനശിച്ചത്. ബില്ലടത്ത വീട് പൂർണ്ണമായും കത്തിനശിച്ചു. മലയ്ക്കപ്പാറ ഞണ്ടിച്ചുട്ടാമ്പാറ ആദിവാസി കോളനിയിൽ ഊരുമൂപ്പന് മർദ്ദനമേറ്റ സംഭവം. അതിക്രമം കാട്ടിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ പോലീസ് നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പട്ടികവർഗ കമ്മീഷൻ അംഗം ടി.കെ. വാസു. ആഘോഷ നിറവോടെ കാളിയാറോട് ചന്ദനക്കുടം നേർച്ച. പള്ളിജാറത്തിലെത്തിയ നേർച്ച വരവുകളെ മുട്ടുംവിളി ഈണത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം കൈമാറുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ ആധുനിക ബസ് ടെർമിനലിന്റെയും സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ടതായ തുക കിട്ടുന്നില്ല. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഞെരുക്കങ്ങൾക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തുക വെട്ടിക്കുറയ്ക്കാതെ കൂട്ടുകയാണ് സർക്കാർ ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. എൻ.കെ. അക്ബർ എം.എൽ.എ. അധ്യക്ഷനായി. മുൻ എം.എൽ.എ. പി.ടി. കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, എ.എം. ഷഫീർ, എ.എസ്. മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. 18.5 കോടി രൂപ ചെലവിൽ 3 നിലകളിലായി 4777 സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് ആധുനിക രീതിയിൽ ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത്. ഇപ്രാവശ്യം 28% കൊടുത്തു എന്ന് പറയുമ്പോൾ സാധാരണ കൊടുക്കുന്ന പോലെയല്ല. വലിയ ഞെരുക്കം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ ചൊല്ലി ബഹളം. കാലാവസ്ഥാ വ്യതിയാന പഠനം നടത്താതെയും മതിയായ സുരക്ഷ ഉറപ്പുവരുത്താതെയുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നതെന്നും ഇത് പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയത് തെറ്റാണെന്നും പ്രതിപക്ഷ നേതാവ് കെ.വി. സത്താർ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്നും ബീച്ച് ടൂറിസം DMCയുടെ നിയന്ത്രണത്തിലാണെന്നും അതിന്റെ ഉത്തരവാദിത്തം നഗരസഭയ്ക്കില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. തുടർന്നുണ്ടായ ചർച്ചയിൽ വൈസ് ചെയർമാൻ കെ.കെ. മുബാറക്, എം.ആർ. രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. പദ്ധതി വിഹിതം പങ്കിടുന്നതിൽ ഭരണപക്ഷം ഇരട്ടത്താപ്പ് കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പദ്ധതി രേഖ പ്രകാരം നഗരസഭയിലെ ഭരണപക്ഷ വാർഡുകളിലേക്ക് 10 ലക്ഷം രൂപ വീതവും പ്രതിപക്ഷ വാർഡുകളിലേക്ക് 8 ലക്ഷം വീതവുമാണ് നീക്കിവച്ചിട്ടുള്ളതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. തങ്ങൾക്ക് പദ്ധതി വിഹിതം കുറഞ്ഞതിനെ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ചോദ്യം ചെയ്യുകയായിരുന്നു. തൊട്ടുപിറകെ കോൺഗ്രസ് അംഗം VM ജോണിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഭരണപക്ഷ നിലപാടിനെതിരെ പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ചെയർപേഴ്സൺ ടി.കെ. ഗീത യോഗം അവസാനിപ്പിച്ചു. ഭരണപക്ഷ കൌൺസിലർമാർ ഹാൾ വിട്ടിറങ്ങിയെങ്കിലും പ്രതിപക്ഷത്തെ BJP അംഗങ്ങൾ യോഗം തുടർന്നു. തങ്ങൾ അജണ്ടകൾ ചർച്ച ചെയ്ത് യോഗം പൂർത്തിയാക്കിയതായി പ്രതിപക്ഷം പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത വ്യക്തമാക്കി. പ്രതിപക്ഷ കൗൺസിലർമാരുടെ കൃത്യമായിട്ടാണ് 8 ലക്ഷം രൂപ, കൃത്യം 2 ലക്ഷം രൂപയ്ക്ക് എല്ലാ വാർഡിലും 22 പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡിൽ നിന്ന് 2 ലക്ഷം രൂപ തട്ടിമാറ്റി അത് കൃത്യമായ നാളും അനുവദിച്ചത്. ഇനിയുള്ള നാളുകളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും. ഇനിയും ഇതിൽ കൂടുതൽ ചില സമയങ്ങളിൽ BJP കൗൺസിലർമാർക്കാണ് കൂടുതൽ ഫണ്ട് നമ്മൾ ചെലവഴിക്കാൻ കൊടുക്കാറുള്ളത്. കണ്ണാറ വെറ്റിലപ്പാറയിൽ പെട്ടിക്കട കത്തിനശിച്ചു. വെറ്റിലപ്പാറ സ്വദേശി സ്വാമിനാഥന്റെ കടയാണ് കത്തിനശിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ഓലയും ഷീറ്റും ഉപയോഗിച്ച് പണിത കടയാണ് കത്തിയത്. കടയിലുണ്ടായിരുന്ന ഫ്രിഡ്ജും മേശയും കസേരകളും കത്തിനശിച്ചു. തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്.
രാമവർമ്മപുരം വില്ലടത്ത് വീടിന് തീപിടിച്ചു. അക്കരപ്പറ്റ വീട്ടിൽ ദേവസിയുടെ വീടിനാണ് തീപിടിച്ചത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു തീപിടുത്തം. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കട്ടിൽ, അലമാര, വീട്ടുപകരണങ്ങൾ, അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം എന്നിവ പൂർണ്ണമായി കത്തിനശിച്ചു. പെരുമ്പിലാവ് ആൽത്തറയിൽ വീട്ടിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചു. ആൽത്തറ സ്വദേശി ഷക്കീറിന്റെ വീട്ടിലെ അടുക്കളയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടറിനാണ് തീപിടിച്ചത്. വീട്ടുകാർ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പാചകവാതക സിലിണ്ടറിലേക്ക് തീ പടർന്നത്. തീപിടുത്തത്തെ തുടർന്ന് വീടിന്റെ അടുക്കളയിൽ സൂക്ഷിച്ച പാത്രങ്ങളും ഗ്യാസ് സ്റ്റൌ എന്നിവ കത്തിനശിച്ചു. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മലയ്ക്കപ്പാറ ഞെണ്ടിച്ചുട്ടാമ്പാറ ആദിവാസി കോളനിയിൽ വനപാലകരുടെ മർദ്ദനമേറ്റ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഊരുമൂപ്പൻ വീരനെ സംസ്ഥാന പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു സന്ദർശിച്ചു. അതിക്രമം കാട്ടിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ പോലീസ് നടപടിയുണ്ടാകും. നടപടിയുണ്ടാകാത്ത പക്ഷം പ്രശ്നത്തിൽ കമ്മീഷൻ നേരിട്ട് ഇടപെടുമെന്നും ടി കെ വാസു പറഞ്ഞു. ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മിഷൻ ചാലക്കുടി താലൂക്ക് കൺവീനർ ഡേവിസ് പുല്ലൻ, കമ്മിറ്റി അംഗം എം വിജയകുമാർ എന്നിവർ ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയ്ക്കപ്പാറയിൽ പ്രതിഷേധ യോഗം ചേർന്നു. കാളിയ റോഡ് ചന്ദനക്കുടം ആണ്ട് നേർച്ചയുടെ ഭാഗമായുള്ള നേർച്ച വരവുകൾ ആരംഭിച്ചു. പള്ളിജാറം കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് സുലൈമാൻ ദാരിമി ഏലംകുളം മൌലീദ് പാരായണത്തിനും ഗത്തം ദുവായ്ക്കും നേതൃത്വം നൽകി. മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. തുടർന്ന് പള്ളി കേന്ദ്ര ജമാഅത്തിന്റെ കീഴിലുള്ള 4 മഹല്ലുകളിൽ ഉൾപ്പെട്ട പള്ളികളിൽ നിന്ന് മുട്ടുവിളിയുടെയും ദഫ്മുട്ടിന്റെയും ഈണത്തോടെ നേർച്ചകൾ പള്ളി ജാറത്തിലേക്ക് വന്നു തുടങ്ങി. പുലാക്കോട് പങ്ങാരപ്പള്ളി മഹലിന്റെ നേർച്ചയാണ് ആദ്യം ജാറത്തിലെത്തിയത്. സെക്രട്ടറി TH മുസ്തഫ കൊടിയേറ്റം നടത്തി. തുടർന്ന് തൃക്കണായ മഹല്ല്, എളനാട് കിഴക്കുമുറി മഹല്ല്, കാളിയ റോഡ് മഹല്ല് നേർച്ചയും പള്ളി അങ്കണത്തിലേക്ക് പ്രവേശിച്ച് കൊടിയേറ്റം നിർവഹിച്ചു. മറ്റ് മഹലിൽ നിന്നുള്ള നേർച്ചകൾ ഞായറാഴ്ച പുലർച്ചെ വരെ പള്ളിയിലെത്തും. കാളിയ റോഡ് പള്ളിജാറം കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ, സെക്രട്ടറി KM അബ്ദുൾ അസീസ്, ട്രഷറർ VS കാസിം ഹാജി, വൈസ് പ്രസിഡന്റ് PS മൊയ്തീൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി PB റഷീദ് എന്നിവർ നേതൃത്വം നൽകി. അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPM-ലെ സിന്ധു ജയനെ തെരഞ്ഞെടുത്തു. സിന്ധു ജയന് 10 വോട്ടും കോൺഗ്രസിലെ ടെസി ടൈറ്റസിന് 8 വോട്ടും ലഭിച്ചു. കോൺഗ്രസ് പ്രതിനിധിയായ ടെസി ടൈറ്റസിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ LDF പുറത്താക്കിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് അംഗമായ MU കൃഷ്ണകുമാർ കൂറുമാറി LDF-ന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് ഞായർ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ വെടിക്കെട്ട് പ്രദർശനം നടത്തുന്നതിന് അനുമതി നൽകി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി ഉത്തരവിട്ടു. ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി മിതമായ തോതിൽ വെടിക്കെട്ട് നടത്തുന്നതിന് അനുമതി നൽകണമെന്ന അപേക്ഷ പരിഗണിച്ചാണ് ഉത്തരവ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നൽകിയ സമാന അനുമതിയാണ് ഈ വർഷവും നൽകിയിരിക്കുന്നത്. ഉത്രാളിക്കാവ് പൂരം ദേശകമ്മിറ്റിക്കാർ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വെടിക്കെട്ട് പ്രദർശന സ്ഥലത്തുനിന്നും 100 മീറ്റർ അകലത്തിൽ മതിയായ ബലത്തിലും സുരക്ഷയിലും ബാരിക്കേഡ് അടിയന്തരമായി നിർമ്മിക്കണം. ബാരിക്കേഡിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം പോലീസ്, റവന്യൂ, ഫയർ വകുപ്പുകൾ വെടിക്കെട്ട് പൊതുപ്രദർശന സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഞായറാഴ്ച വൈകിട്ട് 7:30 നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ട് വടക്കാഞ്ചേരി ദേശവും പൂരദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് 7:30 വെടിക്കെട്ട് എങ്കക്കാട് ദേശവും ബുധനാഴ്ച പുലർച്ചെയുള്ള വെടിക്കെട്ട് കുമരനെല്ലൂർ ദേശവുമാണ് നടത്തുക. തൃത്തല്ലൂരിൽ അനധികൃതമായി വിദേശമദ്യം വിൽപ്പന നടത്തിയ യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് അറസ്റ്റ് ചെയ്തു. തൃത്തല്ലൂർ കരിപ്പാടത്ത് വീട്ടിൽ അനീജ് കുമാറിനെയാണ് വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ VG സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അന്തിക്കാട് വന്നേരി സെന്ററിന് സമീപത്തെ വാക്കറക്കുളത്തിൽ സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാനിറങ്ങിയ +1 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പഴുവൽ സ്വദേശി ജോയിയുടെ മകൻ 16 വയസ്സുള്ള ആൽവിനാണ് മരിച്ചത്. പടിയത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു ആൽവിൻ. 4 പേരടങ്ങുന്ന സംഘം ഉച്ചയ്ക്ക് 2:30 വാക്കറക്കുളത്തിൽ കുളിക്കുന്നതിനിടെ നീന്താൻ ഉപയോഗിച്ച ട്യൂബ് മറിഞ്ഞ് ആൽവിൻ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. കൂട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പഞ്ചായത്ത് അംഗം പ്രദീപ് കൊച്ചത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ ആൽവിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്തെ 100 പാലങ്ങൾ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടത് 3 വർഷത്തിനുള്ളിൽ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്.
പുതുക്കാട് ചെറുവാൾ റോഡിലെ കേളിത്തോട് പാലത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലം നിർമ്മാണത്തിൽ എല്ലാ മാസവും തുടർന്നു പോരുന്ന പരിശോധനകൾ, അവലോകനങ്ങൾ, പ്രശ്നപരിഹാരങ്ങൾ എന്നിവയാണ് സമയബന്ധിതമായി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സഹായകരമായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കെ രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം നടത്തി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, KM ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായിരുന്ന കേളിത്തോട് പാലം 2.5 കോടി രൂപ ചെലവിട്ടാണ് പുനർനിർമ്മിച്ചത്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. നബാർഡിന്റെ 7,14,00,000 രൂപ ചെലവഴിച്ചാണ് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഡോക്ടർമാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ നിർത്തിവെച്ച കിടത്തി ചികിത്സ പുനരാരംഭിക്കാൻ കഴിയും. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ E സുഷമ, പൊതുമരാമത്ത് AE KV ആശ തുടങ്ങിയവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കുടിക്കാനും കുളിക്കാനും പുഴയിലെ ഉപ്പുവെള്ളം മാത്രം. അശരണരായ വൃദ്ധ സഹോദരിമാർക്ക് മുന്നിൽ ശുദ്ധജലം കിട്ടാക്കനിയാകുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപ്പറമ്പ് വാടയിൽ പുഴയോരത്ത് താമസിക്കുന്ന നാലുമാക്കൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രികയും 64 വയസ്സുള്ള അംബികയും ദൈനംദിന ആവശ്യങ്ങൾക്കായി പുഴയിലെ ഉപ്പ് കലർന്ന വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. വിധവകളായ ഈ സഹോദരിമാർ 1.5 വർഷത്തിലധികമായി ഇവിടെ താമസിക്കുന്നു. പിന്നെ ഇവിടെ അടിച്ചവെള്ളമാണ് ഉപ്പുള്ളത്. അംബികയ്ക്ക് ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ചതാണ് വീട്. കുറച്ചു കാലം മുൻപ് വരെ അംബിക വീട്ടുപണിക്ക് പോയിരുന്നു. തീർത്തും വയ്യാതായതോടെ ജോലി അവസാനിപ്പിച്ചു. ക്ഷേമ പെൻഷനും അയൽവാസികളുടെ സഹായവുമാണ് ഇവരുടെ ജീവിതമാർഗം. പണിക്ക് പോകാറുണ്ട്. പണിക്ക് പോകുന്നില്ല, പാടില്ലാത്താറുണ്ട്. പുഴയോര പ്രദേശമായ കോതപ്പറമ്പ് വാടയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. തീർത്തും വെള്ളമില്ലാത്ത അവസ്ഥയിൽ 2000 ലിറ്റർ വെള്ളം 650 രൂപയ്ക്ക് വാങ്ങിയാണ് ഇവിടുത്തുകാർ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. എന്നാൽ ഈ സഹോദരിമാർക്ക് പണം നൽകി കുടിവെള്ളം വാങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ പുഴയാണ് ശരണം. പതിവായി ഉപ്പുകലർന്ന വെള്ളം ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന ഭീതിയുണ്ടെങ്കിൽ പോലും മറ്റു മാർഗങ്ങൾ അടയുമ്പോൾ ഇവർക്ക് പുഴയാണ് തുണ. TCV കൊടുങ്ങല്ലൂർ. പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയ കൊടുങ്ങല്ലൂരിലെ CPI കൌൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, കൌൺസിലർ രവീന്ദ്രൻ നടുമുറി എന്നിവരാണ് നഗരസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. CC വിപിൻ ചന്ദ്രൻ സെക്രട്ടറിയായിരുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടതിനെ തുടർന്നുള്ള പ്രതിഷേധ സൂചകമായാണ് ദിനലും രവീന്ദ്രനും നഗരസഭാ കൌൺസിലർ സ്ഥാനം ഉൾപ്പെടെ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചത്. രാജിക്കത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയെങ്കിലും നഗരസഭാ സെക്രട്ടറിക്ക് ഔദ്യോഗികമായി ഇവർ രാജി നൽകിയിട്ടില്ല. 2 കൌൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കാത്ത സാഹചര്യം നേരിയ ഭൂരിപക്ഷമുള്ള ഇടതുമുന്നണിക്ക് പ്രതിസന്ധിയായി മാറിയേക്കും. ചെറുവാളൂർ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലെ മകം തൊഴലിന് വൻ ഭക്തജനത്തിരക്ക്. ഉച്ചതിരിഞ്ഞ് 2-ന് നട തുറന്നതോടെ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ഭക്തർ ദേവീ കടാക്ഷത്തിനെത്തി. ഏറെ നേരം നീണ്ട നിരയിൽ നിന്നാണ് ആളുകൾ ദർശനം നടത്തിയത്. ചെങ്ങാലൂർ മങ്ങാട്ടുപാടം പാടശേഖരത്തിൽ കൊയ്ത്ത് യന്ത്രത്തിന്റെ ബാറ്ററി മോഷണം പോയി. മനക്കുടിയിലെ ARS ഹാർവസ്റ്റേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ യന്ത്രത്തിന്റെ ബാറ്ററിയാണ് മോഷ്ടിച്ചത്. കൊയ്ത്ത് കഴിഞ്ഞ് യന്ത്രം പാടത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. യന്ത്രം കൊണ്ടുപോകാൻ ഡ്രൈവർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഒരാഴ്ചയായി 2 യന്ത്രങ്ങൾ ഉപയോഗിച്ച് പാടത്ത് കൊയ്ത്ത് നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കൊയ്ത്ത് പൂർത്തിയായത്. യന്ത്രത്തിന്റെ ബാറ്ററി മോഷണം പോയതോടെ ഇനി പാടത്തേക്ക് യന്ത്രങ്ങൾ എത്തിക്കാൻ ഉടമകൾ തയ്യാറാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. പാടശേഖര സമിതി ഭാരവാഹികളായ KS സുരേന്ദ്രൻ, KM സജീവൻ എന്നിവർ പോലീസിൽ പരാതി നൽകി.
പുത്തൻ പീടികയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വീട്ടിൽ നിന്നും റോഡിലേക്ക് ഇറക്കിയ കാർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞു. പുത്തൻ പീടിക കൈതമുക്കിലെ മാത്തുതോട്ടിലേക്കാണ് കാർ മറിഞ്ഞത്. കാറിൽ ഉണ്ടായിരുന്ന ചിറയത്ത് ആൻഡോ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തോടിനോട് ചേർന്ന് കൈവരി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അപകടങ്ങൾ പതിവാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. കോൾപ്പാടത്തെ മോട്ടോർ പുരയിൽ സ്ഥാപിച്ച മോട്ടോറുകളിലെ കേബിളുകൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ. വെങ്ങിലശ്ശേരി നന്ദിപുലം വീട്ടിൽ അനീഷിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. മങ്ങാട് കോട്ടിയാട്ടുമുക്ക് കോൾപ്പടവിൽ പുഞ്ചകൃഷിക്ക് വേണ്ടി KLDC പദ്ധതി പ്രകാരം സ്ഥാപിച്ച മോട്ടോർ സ്റ്റാർട്ടറുമായി കണക്ട് ചെയ്തിരുന്ന മീറ്ററിന് 5000 രൂപ വില വരുന്ന 15 മീറ്ററോളം കേബിളുകളാണ് മോഷണം പോയത്. 75,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കർഷകർ പറഞ്ഞു. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കാട്ടുതീ തടയുകയെന്ന സന്ദേശ പ്രചരണവുമായി 30 അംഗ സംഘം പീച്ചി മുതൽ നെല്ലിയാമ്പതി വരെ സൈക്കിൾ സവാരി നടത്തി. സൈക്ലേഴ്സ് തൃശൂർ, പീച്ചി, വന്യജീവി വിഭാഗം, നെന്മാറ ഫോറസ്റ്റ് ഡിവിഷൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള സംഘമാണ് നെല്ലിയാമ്പതിയിലേക്ക് സൈക്ലിംഗ് നടത്തിയത്. പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ PM പ്രഭു സൈക്ലിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പീച്ചി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സുമോസ് കറിയ പ്രചരണ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം നേതൃത്വം നൽകുന്ന സുമംഗല്യ സാഫല്യം പദ്ധതിയിലൂടെ 14ാമത്തെ യുവതിയും വിവാഹ ജീവിതത്തിലേക്ക്. 1 വർഷം മുൻപാണ് പ്രവാസി വ്യവസായി ബദ്രുദ്ദീൻ സുമംഗല്യ സാഫല്യം എന്ന പദ്ധതിക്ക് രൂപം നൽകുന്നത്. 5 പവൻ സ്വർണവും വിവാഹ വസ്ത്രവും ഭക്ഷണവും പ്രത്യേക സ്നേഹസമ്മാനവും ഉൾപ്പെടുന്ന 30,000 രൂപയുമായിരുന്നു ഓരോ യുവതികൾക്കുമായി നൽകിയത്. അന്തിക്കാട് സ്വദേശിനിയായ യുവതിയാണ് സുമംഗലി സാഫല്യം പദ്ധതിയിലൂടെ കഴിഞ്ഞ ദിവസം വിവാഹിതയായത്. പ്രവാസി വ്യവസായി ബദ്രുദ്ദീന്റെ സഹോദരൻ കൊച്ചുമുഹമ്മദ്, സുഹൃത്ത് ദാസൻ ബപ്പുഴ, അബ്ദുൾ അസീസ് തളിക്കുളം എന്നിവർ ചേർന്ന് യുവതിക്കുള്ള വിവാഹ സഹായം കൈമാറി. പദ്ധതിയിൽ പ്രചോദനം കൊണ്ട് കൂടുതൽ പേരാണ് സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നിലവിൽ 8 യുവതികൾക്ക് കൂടിയാണ് പദ്ധതിയിലൂടെ മാംഗല്യ സൌഭാഗ്യം ഒരുങ്ങുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന ചന്ദ്രൻ വട്ടംപറമ്പിലിന്റെ 13ാം ചരമവാർഷിക ദിനം കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി PP രാമചന്ദ്രൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് KA മോഹനൻ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് ഗുരുവായൂർ നഗരസഭ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തി 30 പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷെഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. അലങ്കാര മത്സ്യമായ ഓസ്കാറിന്റെ വിവിധയിനം മത്സ്യങ്ങൾ കൃഷി ചെയ്ത വിജയം കൊയ്യുകയാണ് കടവല്ലൂർ കൊരട്ടിക്കര സ്വദേശിയായ വിപിൻ ദാസ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഗപ്പിയുടെ കൃഷി ചെയ്താണ് ഈ യുവാവിന്റെ മത്സ്യകൃഷിയുടെ തുടക്കം. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആവശ്യാനുസരണം എത്തിക്കുന്നതോടൊപ്പം തന്നെ തന്റെ അക്വാ ഫാമിൽ നേരിട്ട് വന്നും മത്സ്യങ്ങൾ വാങ്ങാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായി പരിചരണം, പരിശ്രമവും നടത്തിയാൽ ലാഭകരമായ ഒരു ബിസിനസ്സാക്കി അലങ്കാര മത്സ്യകൃഷി മാറ്റാൻ കഴിയുമെന്നാണ് വിപിൻ ദാസ് പറയുന്നത്. ജനശ്രദ്ധ നേടിയ സിനിമയായ ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കടലാസിൽ വരച്ച് ശ്രദ്ധേയനാവുകയാണ് വിദ്യാർത്ഥിയായ മരത്തംകോട് സ്വദേശി മുസ്ഫർ. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രം വലിയ രീതിയിൽ പ്രശംസ നേടുന്നുണ്ട്. ഇതിനു പുറമെ പ്രഗത്ഭരായ നിരവധി പേരുടെ ചിത്രങ്ങൾ ഈ വിദ്യാർത്ഥി വരച്ചിട്ടുണ്ട്. ചെറുമനേങ്ങാട് കോൺകോർഡ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ മുസ്ഫർ മരത്തംകോട് AKG നഗറിൽ രായ്മരക്കാർ വീട്ടിൽ മുജീബ്, ഹസീന ദമ്പതികളുടെ മകനാണ്. SFI ചേർപ്പ് ഏരിയ സമ്മേളനം ചാഴൂരിൽ SFI കേന്ദ്ര കമ്മിറ്റി അംഗം V വിചിത്ര ഉദ്ഘാടനം ചെയ്തു. ഷാഹുൽ ഹരി അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു പ്രഭാകരൻ, ഏരിയ സെക്രട്ടറി PV നിഖിൽ, KJ ജ്യോതി ബാസു, VS ഗോകുൽ എന്നിവർ സംസാരിച്ചു. ഓരോ മനുഷ്യനും അവനവനത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട സമയത്ത് ആ അരാഷ്ട്രീയതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ രാജ്യം. കടവല്ലൂർ പഞ്ചായത്തിൽ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പൈപ്പിടൽ പൂർത്തിയാകുന്നു. തൃശൂർ ഡിവിഷന് കീഴിൽ കൊരട്ടിക്കര വരെ മാസങ്ങൾക്ക് മുൻപ് പൈപ്പിടൽ പൂർത്തിയാക്കിയിരുന്നു. മലപ്പുറം ഡിവിഷന് കീഴിൽ കൊരട്ടിക്കര മുതൽ ചങ്ങരംകുളം വരെയാണ് ഇപ്പോൾ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. പഞ്ചായത്തുമായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഗാർഹിക കണക്ഷനുള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ തുടങ്ങും. ഗ്യാസ് വിതരണം നിയന്ത്രിക്കുന്ന കൺട്രോൾ ചേംബറുകൾ പെരുമ്പിലാവ് സെന്ററിലും കൊരട്ടിക്കരയിലും സ്ഥാപിച്ചിട്ടുണ്ട്. 3 മാസത്തിനകം വീടുകളിൽ പാചകവാതകം എത്തുമെന്നാണ് പ്രതീക്ഷ.
പാചക ആവശ്യത്തിനുള്ള പ്രകൃതിവാതകം പൈപ്പ് വഴി അടുക്കളയിൽ എത്തിക്കുന്നതാണ് പദ്ധതി. സാധാരണ പാചകവാതക സിലിണ്ടറിനേക്കാൾ സാമ്പത്തിക ചെലവ് കുറവാണ് എന്നതും അപകട സാധ്യത തീരെയില്ല എന്നതുമാണ് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ സവിശേഷത. മുൻകൂർ പണം അടയ്ക്കാതെ തന്നെ 24 മണിക്കൂറും തടസ്സമില്ലാതെ ഗ്യാസ് ലഭിക്കും. KSEBയുടെ പോലെ 2 മാസത്തിലൊരിക്കൽ മീറ്റർ റീഡിംഗ് കണക്കാക്കിയാണ് ബിൽ അടയ്ക്കേണ്ടത്. ചാവക്കാട് ജില്ലയിലെ ആദ്യ ജീവിതശൈലി രോഗനിർണയ നിയന്ത്രണ ക്ലിനിക് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ജില്ലാ പ്രോഗ്രാം മാനേജർ ആരോഗ്യ കേരളം ഡോക്ടർ സജീവ് കുമാർ, വൈസ് ചെയർമാൻ KK മുബാറക്, ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി എന്നിവർ സംസാരിച്ചു. നബാർഡിന്റെ 5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കടങ്ങോട് പഞ്ചായത്തിലെ നീണ്ടൂർ ആദൂർ വെള്ളറക്കാട് റോഡിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. മാർച്ച് 2 രാവിലെ 11 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. പറപ്പൂർ പള്ളിയിൽ നിർമ്മാണത്തിനിടെ നിലയുടെ മുകളിൽ നിന്നും വീണ് തൊഴിലാളിക്ക് പരിക്ക്. തെങ്ങാലൂർ സ്വദേശി ചൂണ്ടൽ വീട്ടിൽ വൈശാഖിനാണ് പരിക്കേറ്റത്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെളുത്തൂർ വിളക്കുമാടം റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. നിലവിൽ 3.80 മീറ്റർ വീതിയുള്ള റോഡ് 5.50 മീറ്ററായി വർദ്ധിപ്പിക്കും. ആകെ 3.80 കോടി രൂപ ചിലവിലാണ് BMBC നിലവാരത്തിൽ റോഡ് പുനർനിർമ്മിക്കുന്നത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപജില്ലയിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന 44 അധ്യാപകർക്കും അനധ്യാപകർക്കും യാത്രയയപ്പ് നൽകി. ഉപജില്ലയിൽ നിന്നും സംസ്ഥാനതല മേളകളിൽ പങ്കെടുത്ത് ഗ്രേഡ് നേടിയ കുട്ടികളെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CR ഗീത എന്നിവർ സംസാരിച്ചു. വനിതകൾക്ക് സൌജന്യമായി യോഗ പരിശീലനം ആരംഭിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV സിന്ധു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, AV ബുഷ്ര ലത്തീഫ് എന്നിവർ സംസാരിച്ചു. രാജീവ് പ്രിൻസ് യോഗ പരിശീലനം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് വാർഷിക സമ്മേളനം CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി പോൾ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K രാമകൃഷ്ണൻ, ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ, സ്റ്റേറ്റ് കൌൺസിലർമാരായ ശശിധരൻ, രാമൻകുട്ടി, ഔസേബ് കോടന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വനിതാ സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരി അമ്പലപുരം ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ കാർഷിക പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പ് പച്ചക്കറി കൃഷിയുടെ തളിക്കുളം പഞ്ചായത്ത് തല പച്ചക്കറി തൈനടിയിൽ നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 16 വാർഡുകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ കൃഷിക്കൂട്ടങ്ങൾക്കായി 22,000 പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്തത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കല, കൃഷി ഓഫീസർ അഞ്ജന എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ക്ഷേമകേരളം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി CK ശശി, കൊരട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ് എന്നിവർ പങ്കെടുത്തു.
സപ്ലൈകോ സ്റ്റോറുകളിൽ ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിലും വില വർധനവിലും പ്രതിഷേധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുന്നംകുളം സപ്ലൈകോ മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV ജാക്സൺ എന്നിവർ സംസാരിച്ചു. കല്ലൂർ ആലേങ്ങാട് സെന്ററിലെ വെള്ളക്കെട്ടിന് നാട്ടുകാർ തന്നെ പരിഹാരം കണ്ടെത്തി. ആലേങ്ങാട് സൊസൈറ്റി റോഡിലെ കാനയ്ക്ക് സമീപം കലുങ്ക് നിർമ്മിച്ചാണ് പരിഹാരമുണ്ടാക്കിയത്. ആലേങ്ങാട് സെന്ററിലേക്ക് റബ്ബർ സൊസൈറ്റി വഴിയിൽ നിന്ന് വന്നിരുന്ന മഴവെള്ളം റോഡിലേക്ക് ഒഴുകി സമീപത്തെ വ്യാപാര കടകളിലേക്കും വീടുകളിലേക്കും എത്തുന്നത് പതിവായിരുന്നു. വ്യാപാരികൾ വെള്ളം കയറാതിരിക്കാൻ തടസ്സങ്ങൾ കെട്ടിവെച്ചാണ് വ്യാപാരം നടത്തിപ്പോരുന്നത്. കാനകൾ അടഞ്ഞുകിടന്നതും പ്രദേശത്തെ സ്ഥിതി കൂടുതൽ വഷളാക്കി. ആലങ്ങോട്ടുകാരുടെ ദുരവസ്ഥ പൊതുമരാമത്ത് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചെങ്കിലും ഫണ്ട് ലഭ്യമാകാത്തതിനാൽ വെള്ളക്കെട്ടിന് പോംവഴിയുണ്ടായില്ല. തുടർന്ന് പൊതുപ്രവർത്തകരായ KP ജോസ്, പ്രശാന്ത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കലുങ്ക് നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയായിരുന്നു. വ്യാപാരികളും നാട്ടുകാരും പിന്തുണയുമായി എത്തി. പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസിന്റെ ഇടപെടലോടെ തൃക്കൂർ പഞ്ചായത്ത് 10,000 രൂപ നൽകി. നാട്ടുകാർ പിരിച്ചെടുത്ത 33,600 രൂപയുമടക്കം 56,000 രൂപ ചെലവിലാണ് കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കിയത്. കുറുമാലിപ്പുഴയിലെ വരന്തരപ്പള്ളി കച്ചേരിക്കടവ് പാലത്തിന്റെ അനുബന്ധ റോഡിന് ഭരണാനുമതിയായി. 1,67,00,000 രൂപയുടെ പുതുക്കിയ അനുമതിയാണ് മരാമത്ത് വകുപ്പ് പുറത്തിറക്കിയത്. കോടികൾ മുടക്കി കച്ചേരിക്കടവ് പാലം പണി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും അനുബന്ധ റോഡ് നിർമ്മിക്കാത്തതിനാൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സ്ഥലം ലഭിക്കാതിരുന്നതാണ് റോഡ് പണി വൈകാൻ കാരണമായത്. ഇപ്പോൾ സ്ഥലമുടമകൾക്ക് വില നൽകി സ്ഥലം ഏറ്റെടുക്കുകയായിരുന്നു. ടെൻഡർ നടപടികൾ ഉടനെ ആരംഭിക്കുമെന്നും എത്രയും വേഗം അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാക്കി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും KK രാമചന്ദ്രൻ MLA അറിയിച്ചു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ സാമ്പത്തിക ഞെരുക്കമെന്നും മന്ത്രി. ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ ചൊല്ലി ബഹളം. പദ്ധതി വീതം പങ്കിടുന്നതിൽ ഭരണപക്ഷം ഇരട്ടത്താപ്പ് കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദം. കണ്ണാറ വെറ്റിലപ്പാറയിൽ പെട്ടിക്കട കത്തിനശിച്ചു. വെറ്റിലപ്പാറ സ്വദേശി സ്വാമിനാഥന്റെ കടയാണ് കത്തിനശിച്ചത്. വില്ലടത്ത വീട് പൂർണ്ണമായും കത്തിനശിച്ചു. മലയ്ക്കപ്പാറ ഞണ്ടിച്ചുട്ടപാറ ആദിവാസി കോളനിയിൽ ഊരുമൂപ്പന് മർദ്ദനമേറ്റ സംഭവം. അതിക്രമം കാട്ടിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ പോലീസ് നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു. ആഘോഷ നിറവോടെ കാളിയാറോട് ചന്ദനക്കുടം നേർച്ച. പള്ളിജാറത്തിലെത്തിയ നേർച്ച വരവുകളെ മുട്ടുംവിളി ഈണത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.